എവറസ്റ്റ് കൊടുമുടി പ്രതിവർഷം 0.2 മുതൽ 5 മില്ലിമീറ്റർ വരെ വളരുന്നുവെന്നാണ് ഗൂഗിൾ പറയുന്നത്. അങ്ങനെ ഒരു പാറ കഥയിലേക്ക് പോയി വരാം. ഇടുക്കി ജില്ലയിലെ ഖജനാപ്പാറയിലാണ് ഒരു ഭീമൻ പാറയുള്ളത്. ആ പാറയെ ചുറ്റിപ്പറ്റി നിരവധി കഥകളാണുള്ളത്. അത് വളരുന്നുവെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? കണ്ടുവരാം. നിരപ്പായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പാറ എങ്ങനെ വന്നുവെന്ന് ഒറ്റ നോട്ടത്തിലെ കൗതുകമുണ്ടാകും. 20 അടി ഉയരത്തിലും വീതിയിലും ഒറ്റയ്ക്കൊരു പാറ. നാട്ടുകാർ പലരും പറയുന്നത് ഈ പാറ വളരുന്നുവെന്നാണ്. രാജവംശകാലത്ത് ഖജനാവ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് പാറ സ്ഥിതി ചെയ്യുന്നതെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഈ കഥയ്ക്കാണ് വിശ്വാസ്യത കൂടുതലെന്ന് വേണം കരുതാൻ. അതാണല്ലോ പാറയ്ക്ക് ഖജനാപാറ എന്ന് പേര് വീണത്. കഥകൾ പലതെങ്കിലും ഖജനാപാറയിലെ ഭീമൻ പാറയ്ക്ക് ചരിത്രമുണ്ടെന്നുറപ്പാണ്. പാറയുടെ മറുവശത്ത് അവ്യക്തമായ പഴയ ലിപികൾ കൊത്തിയിരിക്കുന്നത് കാണാം. 11-ാം നൂറ്റാണ്ടിലെ ചോള ശിലാശാസനമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ചോളവംശത്തിലെ ഭരണാധികാരിയായിരുന്ന രാജേന്ദ്ര ചോളന്റെ ഭരണത്തിന്റെ 10ാം വർഷത്തിലെ രാജശാസനമാണ് ഇതെന്നാണ് കണ്ടെത്തൽ. മധ്യകേരളത്തിൽ കണ്ടെത്തിയ ചോളകാലത്തെ ആദ്യ ശാസനമാണ് ഖജനാപാറയിലേത് എന്നാണ് മറ്റൊരു പ്രത്യേകത. ശാസനത്തിൽ രാജേന്ദ്ര ചോളന്റെ ഭരണ നേട്ടങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരള സർവകലാശാല പുരാവസ്തു പഠന വകുപ്പ് മുൻപ് ഇതേക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. രാജപ്രമുഖരുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിലായുഗ കാലത്ത് സ്ഥാപിച്ച സ്മാരകശിലയാണെന്നും സംശയിക്കപ്പെടുന്നു. പിന്നീട് ശാസനം കൊത്തിവെച്ചതാകാമെന്നാണ് പുരാവസ്തു വിദഗ്ധരുടെ നിഗമനം. ഇത്രയേറെ ഐതിഹ്യങ്ങളും ചരിത്രവും അവകാശപ്പെടുന്ന പാറ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. പാറയുടെ അടിഭാഗത്തെ മണ്ണ് കാലങ്ങൾ കൊണ്ട് നീങ്ങി പാറ വളർന്നുവെന്നാണ് വാസ്തവമെങ്കിലും ഈ വളരും പാറ ഖജനാപാറയിലെ ശ്രദ്ധാകേന്ദ്രമാണ്. സനൽ ഇളമ്പിച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.